മലയാള സിനിമാ ലോകത്തിന് ഞെട്ടൽ. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറി നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൂടാതെ വിദഗ്ധ നിയമോപദേശം കൂടി തേടിയ ശേഷമാണ് ഷൈൻ ചാക്കോയെ അറസ്റ്റ് ചെയ്തത്. മലയാള സിനിമാ ലോകത്ത് നടുക്കി ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. NDPS സെക്ഷൻ 27-29 പ്രകാരമാണ് ഷൈനെതിരെ കേസെടുത്തിട്ടുള്ളത്. ലഹരി മരുന്ന് ഉപയോഗിച്ചതിന്റെ തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് കേസ് എടുത്തതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക, പങ്കാളിയാവുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് താരത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൂടാതെ വിദഗ്ധ നിയമോപദേശം കൂടി തേടിയ ശേഷമാണ് ഷൈനെ അറസ്റ്റ് ചെയ്തത്. ഷൈന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത്. തുടക്കത്തിൽ പിടിച്ചു നിന്നെങ്കിലും പോലീസിന്റെ തുടർ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഷൈൻ ചാക്കോ പതറുകയായിരുന്നു. ഒപ്പം ഷൈന്റെ ഫോൺ കോളുകളും നിർണായകമായി. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയതുമായി ബന്ധപ്പെട്ടാണ് ഷൈനെ പോലീസ് ചോദ്യം ചെയ്തത്. ഡോർ ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് കുറച്ച് തടിമാടന്മാരെയാണ് കണ്ടതെന്നും മസിലുള്ള കുറച്ചുപേരെ ഒന്നിച്ചു കണ്ടപ്പോൾ പേടിച്ചുപോയി എന്നുമാണ് നടൻ മൊഴി നൽകിയത്. പലരുമായും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ശത്രുക്കളുണ്ട്, ഗുണ്ടകൾ അപായപ്പെടുത്താൻ വന്നതാണെന്ന് കരുതി. മസിലുള്ള കുറച്ചുപേരെ കണ്ടപ്പോൾ പേടിച്ചു, അങ്ങനെയാണ് ഇറങ്ങി ഓടിയത്. ചാടിയപ്പോൾ ഭയം തോന്നിയില്ല, ജീവൻ രക്ഷിക്കുക എന്ന് മാത്രമായിരുന്നു ആ നേരത്തെ ചിന്ത. ചാട്ടത്തിൽ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. പോലീസിനെ കബളിപ്പിക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും ഷൈൻ പറയുന്നു. എന്നാൽ ഷൈന്റെ ഈ മൊഴികളൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ലെന്നാണ് കേസെടുത്തതിൽ നിന്നും വ്യക്തമാകുന്നത്. കേസെടുത്തതോടെ ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ശാസ്ത്രീയ പരിശോധന നടത്താനാകും. വൈദ്യ പരിശോധനയും നടത്തും. കേസിന്റെ മുന്നോട്ട് പോക്കിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. നിലവിൽ ചുമത്തിയ 2 കുറ്റങ്ങളും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. ഷൈന്റെ കൈവശം ലഹരിയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം അതിനിർണായകമാണ്. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി പോലീസ് നടത്തിയ അന്വേഷണങ്ങൾ ഷൈനെതിരെയുള്ള കുരുക്ക് മുറുക്കുന്നതായിരുന്നു. വാട്സപ്പ് ചാറ്റും ഗൂഗിൾ പേ ഇടപാടുകളടക്കം പരിശോധിച്ചപ്പോൾ ഷൈനെതിരെ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്.